നമസ്കാരം. ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃപ്രയാർ ശ്രീരാമക്ഷേത്രം തന്ത്രി തരൺനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ ശതാഭിഷേക ചടങ്ങുകളുടെ ഭാഗമായുള്ള യോഗം ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. ആശാപ്രവർത്തകർക്ക് പിന്തുണയുമായി INTUC നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി വലപ്പാട് പഞ്ചായത്ത് ഓഫീസ് ധർണ നടത്തി. പെരിഞ്ഞനത്ത് ഉത്സവത്തിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞു. വിശദമായ വാർത്തകളിലേക്ക്. തൃപ്രയാർ ശ്രീരാമക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ ശതാഭിഷേക ചടങ്ങുകളുടെ ഭാഗമായി നടന്ന യോഗം ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. എന്തുകൊണ്ട് വിജ്ഞാനമാണ് ഭാരതത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന മാനവരാശിക്കുള്ള സന്ദേശമതാണ്. ഈ വെളിച്ചം തെളിച്ചുകൊണ്ടാണ് നമ്മുടെ ചടങ്ങ് നടക്കുന്നത്. ഇത് ഭാരതത്തിൻ്റെ എത്രയോ കാലത്തെ ഈ നാടിൻ്റെ സവിശേഷതയാണ്. മറ്റു പല സ്ഥലങ്ങളിലും പാശ്ചാത്യ നാടുകളിലൊക്കെ 10 വയസ്സായ കുട്ടിയുടെ ജന്മദിനം ആഘോഷിക്കണമെങ്കിൽ കേക്ക് മുറിക്കുന്നതും തെറ്റൊന്നുമില്ല. പക്ഷെ ആ കേക്കിന് ചുറ്റുമായി 10 വെടിവിതിരിയോ അല്ലെ വെളിച്ചമോ തെളിഞ്ഞ ശേഷം ആ കുട്ടിയെ കൊണ്ട് അത് ഊതിക്കെടുത്തിക്കുകയാണ്. ഇത് 2 സംസ്കാരങ്ങളെയാണ് യോജിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഭാരതം എന്ന വാക്കിൻ്റെ അർത്ഥത്തിന് പണ്ഡിതന്മാർ കൊടുത്തിട്ടുള്ള അതിൻ്റെ അർത്ഥം വാസിൽ രഥമുള്ളത് രതിയുള്ളത് എന്നാണ്. വെളിച്ചം കണ്ടാൽ ആനന്ദിക്കുന്നവരാരാണോ അവരാണ് ഭാരതീയർ. അതിപ്പോൾ ഏത് മേഖലയായാലും ഈ വെളിച്ചത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത, അതിപ്പം പെരുമനയുടെ അദ്ദേഹത്തിൻ്റെ കലാരൂപമായ എല്ലാ മേഖലകളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വെളിച്ചം തെളിച്ചുകൊണ്ട് നടത്തുന്ന തുടക്കം കുറിക്കുന്ന ഒരു മഹാസംസ്കാരം, മന്വന്തരങ്ങളിലൂടെ കടന്നു വന്ന ഒരു മഹാസംസ്കാരം, ആ സംസ്കാരത്തോട് ബന്ധപ്പെട്ട ചടങ്ങ് എന്നുള്ള നിലയിൽ അതിൻ്റെ പ്രാധാന്യം, തന്ത്രത്തിൻ്റെ പ്രാധാന്യം, തന്ത്ര വിധിപ്രകാരമുള്ള എത്രയോ കാലങ്ങളായി, എത്രയോ പതിറ്റാണ്ടുകളായി, നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി നമ്മുടെ മാനവരാശിയുടെ നിലനിൽപ്പിന് സഹായകമായ ഒന്ന്. അതിനെക്കുറിച്ചുള്ള ബോധം വേണ്ടത്ര ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് നമ്മുടെ മനസ്സിൽ ഉയർത്തേണ്ടത്. ഗോപിനാഥ് വന്നേരി അധ്യക്ഷനായി. ഉമേഷ് മാരാർ പ്രാർത്ഥന ചൊല്ലി. നഗർനമന രാമൻ നമ്പൂതിരി, വിനോദ് നടുവത്തേരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് യോഗാധ്യക്ഷനും ക്ഷേത്രം ഊരാളൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും കൂടി തന്ത്രിയുടെ പാദപൂജ നടത്തി. തുടർന്ന് ബഹുമാന്യനായ ഗവർണർ തന്ത്രിയെ ഹാരാർപ്പണം നടത്തി കിരീടമണിയിച്ചു. ഡോക്ടർ ലക്ഷ്മി മേനോൻ, നാരായണവർമ്മ പന്തളം കൊട്ടാരം, ചലച്ചിത്ര സംവിധായകനും VHP സ്റ്റേറ്റ് പ്രസിഡന്റുമായ വിജി തമ്പി, പെരുമനം കുട്ടൻമാരാർ, മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ എന്നിവർ തന്ത്രിയെ ആദരിച്ചു. കൂടാതെ വിവിധ ക്ഷേത്ര ഭാരവാഹികൾ, മതപണ്ഡിതർ, വിശിഷ്ട വ്യക്തിത്വങ്ങൾ തുടങ്ങിയവർ തന്ത്രിയെ ആദരിച്ചു. അഡ്വക്കേറ്റ് അശ്വിൻ സമ്പത് കുമാർ തരണനെല്ലൂരും ജുഡീഷ്യറിയും എന്ന വിഷയത്തെപ്പറ്റി ക്ലാസ് എടുത്തു. തുടർന്ന് അഗമ വൈശിഷ്ട്യം കേരളീയ സമ്പ്രദായത്തിൽ എന്നതിനെപ്പറ്റി പ്രബന്ധം അവതരിപ്പിച്ചു. ആലുവ തന്ത്രവിദ്യാപീഠം വൈസ് പ്രിൻസിപ്പൽ ചെങ്കോത്ത് ശ്രീനിവാസൻ, പൊടയൂർ ജയനാരായണൻ നമ്പൂതിരിപ്പാട്, അഖില കേരള തന്ത്രി സമാജം സെക്രട്ടറി മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി, ദാമോദരൻ നമ്പൂതിരി, പാമ്പുമേക്കാട്ട് ജാതവേദൻ നമ്പൂതിരി എന്നിവർ പങ്കെടുത്തു. പെരിഞ്ഞനത്ത് ഉത്സവത്തിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞു. കൊറ്റംകുളം വൻപറമ്പിൽ പട്ടശ്ശേരി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊണ്ടുവന്ന മാറാടി ശ്രീ അയ്യപ്പൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ക്ഷേത്രപ്പറമ്പിൽ തളിച്ചെറിഞ്ഞ ആന എഴുന്നള്ളിപ്പ് തുടങ്ങുന്നതിന് മുൻപാണ് ഇടഞ്ഞത്. അല്പനേരം ഇടഞ്ഞോടിയ ആനയെ പാപ്പാന്മാർ ചേർന്ന് തളച്ചു.
വധശ്രമ കേസിൽ 2 പേരെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിഞ്ഞനം ചക്കരപ്പാടം സ്വദേശി കാരനാട്ട് വീട്ടിൽ മണിയൻ എന്ന് വിളിക്കുന്ന ശ്രീജിത്ത്, കയ്പമംഗലം ഐരൂർ സ്വദേശി ചന്ദ്രപുരയ്ക്കൽ വീട്ടിൽ കോക്കാൻ എന്ന് വിളിക്കുന്ന വിനീഷ് എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. പെരിഞ്ഞനം ചക്കരപ്പാടം സ്വദേശി ഏറാട്ട് വീട്ടിൽ സുരേഷിനെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. ഇക്കഴിഞ്ഞ മാർച്ച് 7-ന് പെരിഞ്ഞനം കൊറ്റംകുളം ഏറാട്ട് കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഘോഷയാത്ര പോകുമ്പോൾ ശ്രീജിത്തും കൂട്ടുകാരും മോട്ടോർ സൈക്കിളിൽ വന്ന് ഘോഷയാത്രയുടെ ഇടയിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയും ഇത് ചോദ്യം ചെയ്തതിന് സുരേഷിനെ മഴുകൊണ്ട് ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ശ്രീജിത്തിന് വിവിധ സ്റ്റേഷനുകളിലായി 14 കേസുകളുണ്ട്. വിനീഷിന്റെ പേരിൽ കയ്പമംഗലം സ്റ്റേഷനിൽ 6 കേസുകളും. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KR ബിജു, സബ് ഇൻസ്പെക്ടർമാരായ KS സൂരജ്, ഹരിഹരൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഗിരീശൻ, ഗിൽബർട്ട് ജേക്കബ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഡെൻസ്മോൻ, അനന്തു എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത പോലീസ് സംഘത്തിലുണ്ടായിരുന്നത്. ആശാപ്രവർത്തകർക്ക് സ്ഥിര നിയമനം നൽകുക, ജോലിഭാരം കുറയ്ക്കുക, പെൻഷനും വിരമിക്കൽ ആനുകൂല്യങ്ങളും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് INTUC നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി സുമന ജോഷി ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് സുമേഷ് പാനാട്ടിൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PS സന്തോഷ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി അശ്വിൻ ആലപ്പുഴ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഫാത്തിമ സലീം, അജ്മൽ ഷെരീഫ്, വൈശാഖ് വേണുഗോപാൽ, സിജി സുരേഷ്, INTUC മണ്ഡലം പ്രസിഡന്റ് ഡേവിസ് വാഴപ്പള്ളി, ശിവജി കൈപ്പള്ളി, സജിത്രൻ തയ്യിൽ, കരിയാവട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KH കബീർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിൽ കരിപ്പായിൽ, UR രാഗേഷ്, ഇസ്മയിൽ അറയ്ക്കൽ, സലീഷ് താനിം എന്നിവർ സംസാരിച്ചു. ഏറ്റവും താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു തൊഴിൽ വിഭാഗമാണ് ആശാപ്രവർത്തകർ. നമ്മുടെ വീടുകളിൽ നിരന്തരം വന്ന് നമ്മുടെ വീടുകളുടെ അംഗങ്ങളുടെ രോഗങ്ങളും പാലിയേറ്റീവ് പേഷ്യൻസ് ഉള്ളവരുടെ നിരന്തരമായ പരിചരണവും ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ആശാപ്രവർത്തകർ. നമ്മൾക്കെല്ലാവർക്കും അറിയാം, കോവിഡ് പോലെയുള്ള മഹാമാരി വന്ന് എല്ലാവരും പേടിച്ച് വീടടച്ച് ഗേറ്റടച്ച് വീടിനുള്ളിൽ ഇരിക്കുന്ന സമയത്ത് പോലും ജനങ്ങൾക്ക് വേണ്ടി, ജനനന്മയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന ഒരു വിഭാഗമാണ് ആശാപ്രവർത്തകർ. ഇതുപോലെയുള്ള ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആശാപ്രവർത്തകർക്ക് അവരുടെ ആനുകൂല്യം കാലങ്ങളായി നേടിയെടുക്കുന്നതിന് വേണ്ടി INTUC മുന്നോട്ട് വെച്ച സമരമുറകളുമായിട്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു സമരപരിപാടി ഇവിടെ നടത്തുന്നത്. കണ്ടിശങ്കടവ് പടിയും ചക്കാമഠത്തിൽ ആലപ്പുഴ രുധിരമാല ഭഗവതി ക്ഷേത്രത്തിലെ തോറ്റംപാട്ട് മഹോത്സവം ഭക്തി നിർഭരമായി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പുരുഷോത്തമൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി സജീവ് ശാന്തി തുടങ്ങിയവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വെള്ളിയാഴ്ച രാവിലെ നട തുറക്കൽ, വിശേഷാൽ പൂജകൾ, ദൈവത്തിന് കളം, ഹനുമാൻ സ്വാമിക്ക് രൂപക്കളം, വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം അഷ്ടനാഗക്കളം എന്നിവ നടത്തി. ശനിയാഴ്ച രാവിലെ മുത്തപ്പൻ രൂപക്കളം, ഉച്ചയ്ക്ക് ദേവിക്ക് രൂപക്കളത്തിൽ തോറ്റംപാട്ട്, വൈകിട്ട് പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, ദീപാരാധന, വിശേഷാൽ പൂജകൾ, അത്താഴ പൂജയ്ക്ക് ശേഷം വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം എന്നിവയുണ്ടായിരുന്നു. ഉത്സവ ദിവസമായ ഞായറാഴ്ച രാവിലെ അഭിഷേകം, ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, കലശപൂജ, ഉപദേവതമാർക്ക് കലശമാടൽ, തുടർന്ന് ശീവേലി എഴുന്നള്ളിപ്പ് എന്നിവയും നടത്തി. വൈകിട്ട് പത്യാല ക്ഷേത്ര സന്നിധിയിൽ നിന്നും താലം, പഞ്ചവാദ്യം, നാദസ്വരം, മേളം എന്നിവയോടെയുള്ള ഉത്സവം എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം തായമ്പകയുമുണ്ടായി. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് CB ഷിബു, സെക്രട്ടറി AM കണ്ണൻ,
ട്രഷറർ സി വി പ്രകാശൻ, രക്ഷാധികാരികളായ പ്രഭാകരൻ തളിക്കുളം, സി വി മോഹനൻ, സി വി ചന്ദ്രഹാസൻ, എ മോഹനൻ, എ കെ പ്രഭാകരൻ, തങ്ക ബാലൻ, എ ജി ഭുവനദാസ്, സി എ ശശിധരൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കയ്പമംഗലത്ത് കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി വൻതോതിൽ കുടിവെള്ളം പാഴാകുന്നു. ഒരാഴ്ചയായി ഈ സ്ഥിതി തുടരുകയാണ്. കയ്പമംഗലം 12-ലാണ് കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി വൻതോതിൽ കുടിവെള്ളം പാഴാകുന്നത്. ദേശീയപാതയ്ക്കായി കാളമുറിയിൽ നിർമ്മിക്കുന്ന അടിപ്പാതയ്ക്കുള്ള പാലത്തിലേക്കുള്ള പ്രവേശനപാത നിർമ്മിക്കുന്നതിനിടെ ഒരാഴ്ച മുമ്പാണ് പൈപ്പ് പൊട്ടിയത്. കയ്പമംഗലം പഞ്ചായത്ത് പരിധിയിലേക്കുള്ള കുടിവെള്ള വിതരണത്തിനുള്ള പ്രധാന പൈപ്പാണ് പൊട്ടിയിട്ടുള്ളത്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും NH നിർമ്മാണ കമ്പനിയോ കുടിവെള്ളത്തിന്റെ വിതരണത്തിന്റെ ചുമതലയുള്ള വാട്ടർ അതോറിറ്റിയോ യാതൊരു നടപടിയും എടുത്തിട്ടില്ല. പ്രധാന പൈപ്പായതിനാൽ വൻതോതിലാണ് കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത്. നിർദ്ദിഷ്ട ദേശീയപാതയിലെ കാന നിർമ്മാണത്തിന് വേണ്ടി കുഴിച്ച 400 മീറ്ററോളം വരുന്ന കാനയിൽ കുടിവെള്ളം നിറഞ്ഞ് കനാൽ പോലെയായിട്ടുണ്ട്. എത്രയും വേഗം പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മതിലകം ബ്ലോക്ക് 33-ാം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. SN പുരം പോളോ ഹാളിൽ നടന്ന ചടങ്ങിൽ KSSPU ജില്ലാ സെക്രട്ടറി കെ ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് CK ശങ്കു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി KU സുബ്രഹ്മണ്യൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ VK അശോകൻ വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. TC കലാധരൻ, M പവിഴം, KB ബീന, ഖൈറുനീസ, R വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ MT വാസുദേവൻ നായർ, P ജയചന്ദ്രൻ എന്നിവർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം NK സുധീരൻ വരണാധികാരിയായി. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി CK ശങ്കുവിനെയും സെക്രട്ടറിയായി KU സുബ്രഹ്മണ്യനെയും യോഗം തിരഞ്ഞെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഇടവേള. Geeta Ravi Public School, the joy of learning. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ,
ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വീണ്ടും വാർത്തകളിലേക്ക്. നാഷണൽ വിശ്വകർമ്മ ഫെഡറേഷൻ വലപ്പാട് ശാഖയും വിശ്വബ്രാഹ്മണ ആചാര്യ തൊഴിൽ സമിതിയും സംയുക്തമായി തൊഴിൽ പരിശീലനവും സെമിനാറും സംഘടിപ്പിച്ചു. നാട്ടിക കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന യോഗം വിശ്വകർമ്മ ഐക്യവേദി ചെയർമാൻ ഡോക്ടർ ബി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രാജു വെന്നിക്കൽ അധ്യക്ഷനായി. മുഖ്യമന്ത്രിയുടെയും ലഫ്റ്റനന്റ് ജനറൽ ഗുർബീർ സാൽ സിംഗ് ഡൽഹിയുടെ ജൂനിയർ അണ്ടർ ഓഫീസർ റാങ്ക് ലഭിച്ച KM ആദിത്യനെ അനുമോദിച്ചു. KK ബാലൻ, പഴുവിൽ പഞ്ചായത്ത് അംഗം പുഷ്പ, KK വേണു, TP സജീവൻ, വേണു പഴഞ്ഞാപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ലിജോയ് ബാലൻ, രാജൻ കാരക്കട എന്നിവർ തൊഴിൽ പരിശീലന ക്ലാസുകൾ നടത്തി. നമ്മൾ പല കാര്യങ്ങളിലും മുന്നോട്ട് വരുന്നില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് വിശ്വകർമ്മജർക്ക് ഇത്ര കാലമായിട്ടും ഒരു മുന്നോട്ട് എത്താൻ കഴിയാത്തത്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ NSSO, SNDPO, ക്രിസ്ത്യൻസോ മുസ്ലിമിനോ പോലെ ഇത്രയും ജനസംഖ്യയുള്ള വിശ്വകർമ്മജർക്ക് മുന്നോട്ട് വരാൻ കഴിയാത്തത് കൊണ്ടാണ്. ഇന്ന് തന്നെ എനിക്ക് വിഷമമുണ്ടാക്കിയ കാര്യം, ഇവിടെ ഒന്ന് പ്രാർത്ഥന പറയാനായിട്ട് അവിടെ നിന്നൊരു 1-2 പേരെ വിളിച്ചായിരുന്നു. അവർക്ക് ഇങ്ങോട്ട് വരാനൊരു മടി. പ്രാർത്ഥന പറയുമ്പോൾ എന്തെങ്കിലും മതി, അത് പറ്റുന്നില്ല. ഇങ്ങനെ ആവരുത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വരുന്ന സമയത്ത് അതിനുവേണ്ടി ഏറ്റവും സജീവമായ രീതിയിൽ മുന്നോട്ട് നിൽക്കണം. അങ്ങനെ മുന്നോട്ട് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പലയിടത്തും മീറ്റിങ്ങിന് വന്നു കഴിഞ്ഞാൽ വിശ്വകർമ്മത്തിൽ ഏറ്റവും പുറകെ ചെന്നിരിക്കാൻ നോക്കും. മുന്നോട്ട് വരാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ആണെന്നുണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ കാര്യം നേടിയെടുക്കാൻ പറ്റും. വലപ്പാട് ബീച്ച് കുന്നുങ്ങൽ ശ്രീ രുധിരമാല ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. രാവിലെ നിർമ്മാല്യ ദർശനം, അഭിഷേകം, മലർനിവേദ്യം, മഹാഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, ഉച്ചയ്ക്ക് വീരഭദ്രസ്വാമിക്ക് രൂപക്കളം, അന്നദാനം, വൈകിട്ട് ദീപാരാധന, പറയെടുപ്പ്, രാത്രി അത്താഴപൂജ, ദേവാനന്ദ മേളങ്ങൾ, തിരുവാതിരക്കളി, ദേവിക്ക് രൂപക്കളം, ഗുരുതി തർപ്പണം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ചെമ്മാലിൽ നാരായണൻകുട്ടി ശാന്തി, മേൽശാന്തി മധു എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം ഭാരവാഹികളായ KV മധുസൂദനൻ, KG മുരളീധരൻ, അമർ സിംഗ് കുന്നുങ്ങൽ, KS വത്സൻ, KS സജീവൻ, സണ്ണി, KK കാർത്തികേയൻ KV എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. മൂഴക്ക് പൊലിനൂറ് അരച്ച ചന്ദനം അരയ്ക്കാത്ത ചന്ദനം ഈരഞ്ച് ചെങ്കതളിപ്പഴം കരിങ്കതളിപ്പഴം രസകദളിപ്പഴം 7 തെച്ചിമുട്ട് 7 തൃത്താക്കതിരിട്ട് ചെറിയൊരു പാൽപ്പൊടി പൂരയാക്കി കൊണ്ടുവന്ന് ചെന്താമര തണ്ടുവഴുകി കരിന്താമര തണ്ടുവഴുകി ആവണക്കൊന്തണ്ടു വഴുകി തിരുവഴുകി നൂൽ വഴുകി ചാൽ വഴുകി എണ്ണി എണ്ണി 7 വട്ടം പാലും പൊടിയും പനയമൃതം കൊണ്ടഴിച്ച് 1001 ചെന്തെങ്ങി നിളനീർ വെട്ടി തിരുവഴിക്ക് അമൃതും ഒപ്പം ചെയ്ത് എന്നമ്മേ തമ്പുരാട്ടി. ആതിരേക്ക് ദക്ഷിണ പർവ്വതം നോക്കി തേരേറണം മങ്ങാട്ടെന്ന് വന്നത് അരിമ്പ് കീഴെന്ന് വന്നത് തുരുമ്പ് അരിമ്പ്
കഴിമ്പ്രം നെടിയിരുപ്പിൽ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ആറാട്ട് മഹോത്സവം ഭക്തി നിർഭരമായി. രാവിലെ പള്ളി ഉണർത്തൽ, മഹാഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, ശീവേലി, വൈകിട്ട് ആറാട്ടിന് പുറപ്പെടൽ, തുടർന്ന് കഴിമ്പ്രം ബീച്ച് സ്വപ്ന തീരത്ത് ആറാട്ട്, തുടർന്ന് ആറാട്ടിനു ശേഷം താല വാദ്യമേളങ്ങളോടും 5 ഗജവീരന്മാരോടും കൂടി എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലെത്തി കൂട്ടി എഴുന്നള്ളിപ്പ് നടന്നു. തെയ്യം, ശിങ്കാരിമേളം, ദീപാരാധന, വർണ്ണമഴ, അത്താഴ ശീവേലി എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി വെള്ളത്തിട്ട് കിഴക്കേടത്ത് മന വാസുദേവൻ നമ്പൂതിരി ചെറുവത്തേരി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് NS രമേശ് ബാബു, സെക്രട്ടറി NK ഷമ്മി, ട്രഷറർ ഷിബു നെടിയിരിപ്പിൽ, ഉത്സവാഘോഷ ചെയർമാൻ NK ഭീതിഹരൻ, കൺവീനർ NS ഇന്ദുലാൽ, ട്രഷറർ NA കിഷോർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. തൃപ്രയാർ സോന പാർക്ക് ഗോൾഡൻ ഡയമണ്ട്സിൽ നറുക്കെടുപ്പ് നടന്നു. വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് സോന പാർക്ക് ഗോൾഡൻ ഡയമണ്ട്സിൽ ലക്കി ഡ്രോ വിന്നറെ തിരഞ്ഞെടുത്തു. കാട്ടൂർ അൽബാബ് സ്കൂൾ പ്രിൻസിപ്പലായ PV വിജിതയാണ് നറുക്കെടുപ്പിലൂടെ വിജയികളെ തിരഞ്ഞെടുത്തത്. ഈ ധന്യമുഹൂർത്തത്തിൽ സോന പാർക്ക് മാനേജിംഗ് ഡയറക്ടർ JA സജിത്ത് കൂടാതെ പാർട്ണർമാരായ PB അബ്ദുള്ളക്കുട്ടി, അക്ബർ M, അൽബാബ് സ്കൂൾ മാനേജർ ബിൽഷാദ് എന്നിവർ പങ്കെടുത്തു. എൺപത്തിനാലാം പിറന്നാൾ ആഘോഷിക്കുന്ന തൃപ്രയാർ ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറെ മനയ്ക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാടിനെ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. തൃപ്രയാർ ക്ഷേത്രനടയിൽ നടന്ന ചടങ്ങിൽ KPCC വർക്കിംഗ് പ്രസിഡന്റ് മുൻ MP TN പ്രതാപൻ അവർ പൊന്നാട അണിയിച്ചുകൊണ്ട് ആദരിച്ചു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി VR വിജയൻ, മഹിളാ കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് P വിനു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, TV ഷൈൻ, PK നന്ദനൻ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി മാധവൻ, മെമ്പർമാരായ CS മണികണ്ഠൻ, KR ദാസൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ കമല ശ്രീകുമാർ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ജയ സത്യൻ, അംബിക രാമചന്ദ്രൻ, അനഘ ദാസ്, പുഷ്പ കുട്ടൻ എന്നിവർ പങ്കെടുത്തു. നാളെ ജന്മദിനം എന്ന് പറയുമ്പോൾ സാധാരണ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിക്കാൻ നിന്ന് തന്നെ പിന്നെ ഭൂമിയിലേക്ക് വരാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുന്ന ദിവസമാണ്. അതുകൊണ്ടാണ് ഇന്ന് തന്നെ നമ്മൾ ആദരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. വളരെ സന്തോഷത്തോടു കൂടി പ്രിയപ്പെട്ട തിരുമേനിയെ ആദ്യം ഭഗവാന്റെ ചന്ദനം തൃപ്രയാർ VB മാളിലെ ഷോപ്പ് ആൻഡ് വിൻ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പിൽ വിജയികളായവർക്കുള്ള സമ്മാന വിതരണം VB മാൾ മാനേജിംഗ് പാർട്ണർ സൈജു കാനാടി നിർവഹിച്ചു. ഒരു വർഷക്കാലമായി പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ ഈ ഒരു പദ്ധതി കൊണ്ടുപോകുന്നത് നല്ല സക്സസ് ആയിരുന്നു. അപ്പോൾ
സമ്മാനം ഏറ്റുവാങ്ങി കഴിക്കണമെന്ന് എല്ലാവരും ഓരോരുത്തർ പേര് വിളിക്കുന്നതിനനുസരിച്ച് മുന്നോട്ട് വരിക, സ്വീകരിക്കേണ്ടതാണ്. വളരെ വളരെ സന്തോഷം. പിന്നെ ഭാരതപ്പുഴ ടീമിനെ നമ്മൾ അപ്രതീക്ഷിതമായി കിട്ടിയതാണ്. അവരുടെ സാന്നിധ്യം വളരെ സന്തോഷം. ഒന്നാം സമ്മാനമായ ഹോണ്ട ആക്ടീവ സ്കൂട്ടർ വലപ്പാട് സ്വദേശിനി അമ്പലത്ത് വീട്ടിൽ മെഹനയ്ക്ക് ലഭിച്ചു. രണ്ടാം സമ്മാനമായ ഫ്രിഡ്ജ്, ടെലിവിഷൻ എന്നിവ പുത്തൻപിടിക സ്വദേശിനി തേക്കൂടാൻ ഹൌസ് ബെൻസി, പെരിങ്ങോട്ടുകര സ്വദേശി പനമുക്കത്ത വീട്ടിൽ ആശിഷ് എന്നിവർക്ക് ലഭിച്ചു. മൂന്നാം സമ്മാനമായ വാഷിംഗ് മെഷീൻ വാടാനപ്പള്ളി സ്വദേശിനി കാളക്കൊടുവത്ത് വീട്ടിൽ ശിവന്യയ്ക്ക് ലഭിച്ചു. ബി മോൾ ഗാലക്സി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ തൃപ്രയാർ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി പ്രേമചന്ദ്രൻ വടക്കേടത്ത്, മോൾ മാനേജർ വിഷ്ണു എന്നിവർ സംബന്ധിച്ചു. KSKTU ചെർപ്പ് ഏരിയ വനിതാ കൺവെൻഷൻ ജില്ലാ കൺവീനർ ബിന്ദു പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. എന്താവും സ്ഥിതി നമ്മുടെ രാജ്യത്ത് ഗോതമ്പ് വരച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയേക്കും. നമ്മുടെ നിലങ്ങളൊക്കെ തരിച്ചിട്ട് പോവും. ഭൂമാഫിയകള് നിലങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഫ്ലാറ്റ് നിർമ്മാണം തുടങ്ങും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു രംഗം വേണ്ട എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മുടെ കെന്യ പോലുള്ള രാജ്യങ്ങൾ ഇതേപോലെ ഉണ്ടായതാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അവരവിടെ ഇതേപോലെ ഒരു നിയമം കൊണ്ടുവന്നു. പരുത്തി കൃഷി ചെയ്യാൻ പറഞ്ഞു. അവിടെ രാജ്യത്തെ കൃഷിയല്ല പരുത്തി. ആ പരുത്തി നട്ടതിന്റെ ഫലമായിട്ട് അവിടെ ഒന്നുമില്ലാത്ത അവസ്ഥയായി. അവിടുത്തെ ജനങ്ങൾ പാപ്പരായി. അതായത് നിലങ്ങളൊന്നും ഒന്നുമില്ലാത്ത അവസ്ഥയായി. അതേപോലെ തന്നെയായിരിക്കും നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി. അതുകൊണ്ടാണ് അവർ ഒരു വർഷത്തിൽ മേലെ സമരം. ഒരു വർഷം കഴിഞ്ഞപ്പോ നരേന്ദ്രമോദി വന്ന് മാപ്പ് പറഞ്ഞെങ്കിലും അവർ പറഞ്ഞു മാപ്പ് പറഞ്ഞാൻ പറ്റില്ല, പാർലമെന്റിൽ ഈ നിയമം പാസ്സാക്കണമെന്ന് പറഞ്ഞു. ബിന്ദു പ്രേമൻ അധ്യക്ഷയായി. സംസ്ഥാന കമ്മിറ്റി അംഗം AS ദിനകരൻ, ജില്ലാ കമ്മിറ്റി അംഗം കോമളം രാജൻ, ഏരിയ സെക്രട്ടറി KC രമേശ്, പ്രസിഡന്റ് MV മുകേഷ് എന്നിവർ സംസാരിച്ചു. ചൂലൂർ അരയമ്പറമ്പിൽ കണ്ണുമുത്തപ്പൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. രാവിലെ നിർമ്മാല്യ ദർശനം, മഹാഗണപതി ഹവനം, ഉഷപൂജ, കലശപൂജ, കലശാഭിഷേകം, ശീവേലി എഴുന്നള്ളിപ്പ്, ഉച്ചപൂജ, ഉച്ചയ്ക്ക് പ്രസാദഊട്ട്, വൈകിട്ട് പകൽപൂരം, ദീപാരാധന, നാദസ്വര കച്ചേരി, പറയെടുപ്പ്, രാത്രി അത്താഴപൂജ, ഇരട്ടത്തായമ്പക, ഗുരുതി തർപ്പണം, പുലർച്ചെ എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ക്ഷേത്ര മേൽശാന്തി ദിനേശ് മുഖ്യ കാർമ്മികനായി. ക്ഷേത്ര പ്രസിഡന്റ് സദാനന്ദൻ AP, സെക്രട്ടറി പ്രദീപ് അരയമ്പറമ്പിൽ, ട്രഷറർ KS അനീഷ്, രക്ഷാധികാരി സത്യദേവൻ AK എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. നാട്ടിക ശ്രീനാരായണ കോളേജിൽ ഭാരത സർക്കാർ സ്ഥാപനമായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജിയുടെ ധനസഹായത്തോടെ DBT സ്റ്റാർ അപേക്ഷിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്ന വിഷയത്തിൽ ബുധനാഴ്ച ഏകദിന ശില്പശാല സംഘടിപ്പിക്കുമെന്ന് പ്രിൻസിപ്പൽ KS ജയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സയൻസ് ഫൗണ്ടേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ശ്രീനാരായണ കോളേജിൽ വെച്ച് ശില്പശാല നടക്കും. ഡോക്ടർ ഗരിമ ഗുപ്ത, ഡോക്ടർ രാജേന്ദ്രൻ R, ഡോക്ടർ ഹാരതി പരാശൂർ ബാബു, ഡോക്ടർ T ശിവകുമാർ എന്നിവർ ശില്പശാലയിൽ ക്ലാസ് നയിക്കും. കേരളത്തിലെ വിവിധ കോളേജുകളിൽ നിന്നും ശാസ്ത്ര അധ്യാപകർ ശില്പശാലയിൽ പങ്കെടുക്കും.
ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ബിരുദ ശാസ്ത്ര വിഷയങ്ങളുടെ അക്കാദമികവും ഭൌതികവുമായ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കോളേജുകളിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ DPT ധനസഹായം നൽകുന്നത്. കോളേജ് അധ്യാപകരായ ഡോക്ടർ സിമി എസ്, വൈശാഖ് കെ, പ്രവീൺ വി പ്രസാദ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മളുടെ കോളേജിൽ 2022 ഈ സ്കീം സ്റ്റാർ സ്കീം എന്നാണ് അതിന്റെ പേര്. കോളേജ് സ്റ്റാർ സ്കീം എന്നാണ് ഇതിന്റെ പേര്. നമ്മൾ 2022 നമ്മളുടെ കോളേജിന് അത് നമ്മൾ നേടിയിട്ടുണ്ട്. അന്ന് എല്ലാവരും ന്യൂസ് പത്രത്തിൽ വന്നിരുന്നു. ആ സ്റ്റാർ സ്കീമിനെ ഇപ്പം വീണ്ടും വിളിച്ചിട്ടുണ്ട്. അപ്പം മറ്റ് റൂറൽ ഏരിയയിലെ മറ്റ് ഇത് ലഭിക്കാത്ത കോളേജുകൾക്ക് നമ്മുടെ കോളേജിൽ വെച്ച് ഒരു വർക്ക്ഷോപ്പ് നടത്തി എങ്ങനെ ഇതിന് വിജയകരമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നടത്തുന്ന ശില്പശാലയുടെ അതാണ് അതിൻ്റെ ഉദ്ദേശം. നാട്ടിക പാണപ്പറമ്പിൽ ശ്രീ വിഷ്ണുമായ ഭഗവതി ക്ഷേത്ര മഹോത്സവം ഭക്തി നിർഭരമായി. രാവിലെ നിർമ്മാല്യ ദർശനം, മഹാഗണപതി ഹവനം, ഉഷപൂജ, കലശപൂജ, കലശാഭിഷേകം, ഉച്ചപൂജ, കാഴ്ചശീവേലി, ഉച്ചയ്ക്ക് പ്രസാദവൂട്ട്, വൈകിട്ട് പകൽപൂരം, ദീപാരാധന, കളഭച്ചാർത്ത്, പൂമൂടൽ, രാത്രി ലളിതാ സഹസ്രനാമാർച്ചന, വാദ്യമേളത്തോടും കലാരൂപങ്ങളോടും കൂടിയ എഴുന്നള്ളിപ്പ്, ശ്രീ ഭദ്രകാളിക്ക് രൂപക്കളം, മഹാഗുരുതി എന്നിവ നടന്നു. മുള്ളത്ത് ഗണപതി ഭഗവതിയുടെ തിടമ്പേറ്റി. ക്ഷേത്രം തന്ത്രി ഡോക്ടർ കാരുമാത്ര വിജയൻ തന്ത്രി, മേൽശാന്തി പ്രമോദ് എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം പ്രസിഡന്റ് സന്തോഷ് നെടുപുഴ, സെക്രട്ടറി അമൽ കൃഷ്ണ, ട്രഷറർ മധുസൂദനൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃപ്രയാർ ശ്രീരാമക്ഷേത്രം തന്ത്രി തരൺനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ ശതാഭിഷേക ചടങ്ങുകളുടെ ഭാഗമായുള്ള യോഗം ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. ആശാപ്രവർത്തകർക്ക് പിന്തുണയുമായി INTUC നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി വലപ്പാട് പഞ്ചായത്ത് ഓഫീസ് ധർണ നടത്തി. പെരിഞ്ഞനത്ത് ഉത്സവത്തിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞു. വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.